പറഞ്ഞ പ്രസംഗത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിടണം എന്നതാണ് രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമന്ത്രി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലപ്പത്ത് നിന്ന് പ്രതീഷ് കുമാറിനെ മാറ്റുമ്പോൾ അതിലൊരു മറുപടി പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി അതിനും പറഞ്ഞ മറുപടി എന്താ? നടപടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ മറുപടിയിൽ കാര്യങ്ങൾ ഒതുക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമന്ത്രി. അതിനും വ്യക്തമായ മറുപടി കിട്ടിയില്ല. ഇനി ചോദിച്ചു രാഹുൽ ഗാന്ധി ഈ അയോധ്യ വിഷയം അടക്കം ചോദിച്ചു. അയോധ്യ വിഷയത്തിന് മറുപടിയിൽ അയോധ്യ എന്ന വാക്ക് മിണ്ടിയിട്ടില്ല. ശ്രദ്ധിച്ചിരുന്നോ? അയോധ്യ എന്ന വാക്കോ ശ്രീറാം എന്ന വാക്കോ ഇന്ന് പ്രധാനമന്ത്രി സഭയിൽ പറഞ്ഞിട്ടില്ല. മണിപ്പൂരിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ചോദിച്ചു. ഇന്ന് പ്രതിപക്ഷം 2.25 മണിക്കൂർ ഉയർത്തിയ മുദ്രാവാക്യം മണിപ്പൂർ ന്യായ എവിടെ, മണിപ്പൂരിന്റെ നീതി എവിടെ എന്നുള്ള ചോദ്യങ്ങളിൽ ഒരു തവണ പോലും മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചില്ല. 200 മനുഷ്യരാണ് ആ മണിപ്പൂരിൽ കലാപത്തിൽ കൊല്ലപ്പെട്ടത്. 60,000-ത്തിലധികം കുടുംബങ്ങളാണ് അവിടെ നിരായുധരാക്കപ്പെട്ടു പോയത്. ആ 60,000-ത്തോളം ആളുകൾ എന്ന് പറയുമ്പോൾ മണിപ്പൂരിലെ ഇന്നർ മണിപ്പൂരിന്റെ MP ബിമോൽ അഖോയ്ജി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം അർദ്ധരാത്രിയിലാണ് ഇന്നലെ ആ പ്രസംഗം നടത്തുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വടക്ക് കിഴക്കൻ മനുഷ്യരുടെ മണിപ്പൂരിന്റെ അവസ്ഥ എന്നതുപോലെ സഭയിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ അവസാനത്തെ സമയമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ബിമോൽ അഖോയ്ജി നടത്തുന്ന പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഓരോ സ്ക്വയർ കിലോമീറ്ററിലും ഈ CRPF-നെയും സൈന്യത്തെയും വിന്യസിച്ചിരിക്കുന്ന മണിപ്പൂരിൽ 60,000-ത്തോളം ആളുകൾ വീടിന് പുറത്ത് അഭയാർത്ഥികളായി കഴിയുകയാണ്. 7,000-ത്തോളം മനുഷ്യരുടെ കുടുംബം പൂർണ്ണമായും അവിടെ നിന്ന് പറിച്ചെറിയപ്പെട്ടിരിക്കുകയാണ്. 400-ഓളം പള്ളികൾ പൊളിച്ചെടുക്കപ്പെട്ടിരിക്കുകയാണ്. 200-ഓളം സ്ത്രീകളും പുരുഷന്മാരും കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 50-ഓളം വരുന്ന സ്ത്രീകൾ ബലാത്കാരത്തിന് വിധേയമായിരിക്കുകയാണ്. ഈ പ്രധാനമന്ത്രി അതിന് മറുപടി പറഞ്ഞോ? ഒരു വാക്കുപോലും പ്രധാനമന്ത്രി സഭയിൽ പറയാതെ പോയി എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം. ഈ വീണ്ടും രാഹുൽ ഗാന്ധി GST-യെ കുറിച്ച് ചോദിക്കുന്നു, കർഷകരെ കുറിച്ച് ചോദിക്കുന്നു. നരേന്ദ്രമോദിക്കൊന്നും മറുപടി ഉണ്ടല്ല, ഒരു വാക്ക് മറുപടി പറഞ്ഞിട്ടില്ല. ഇന്ന് പ്രധാനമന്ത്രി മറുപടി പറയാതെ പോയ വാക്കുകളിൽ ഒന്ന് കർഷകരെ കുറിച്ചുള്ളതാണ്. പകരം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു പോയി, മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ച് കോൺഗ്രസ് കള്ളം പറയുന്നുവെന്ന്. പ്രേക്ഷകരെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. 2014 BJP-യുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന വാഗ്ദാനം എന്താണെന്നറിയാമോ? സ്വാമിനാഥൻ കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 50% മിനിമം സപ്പോർട്ട് പ്രൈസ് ഈ കർഷകർക്ക് കൊടുക്കണം. അവരുടെ കോസ്റ്റിന്റെ ആവറേജ് കോസ്റ്റ്, വെയിറ്റ് ചെയ്തിരിക്കുന്ന ആവറേജ് കോസ്റ്റിന്റെ 50% കർഷകർക്ക് കൊടുക്കണമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന BJP ഇപ്പോൾ എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ച് പറയുന്നത്? അതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. നിങ്ങൾ മിനിമം സപ്പോർട്ട് പ്രൈസിന്റെ കാര്യത്തിൽ കർഷകരെ പറ്റിച്ചില്ലേ? പറ്റിച്ചു. 2011 ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഈ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, MS സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതേ നരേന്ദ്രമോദി പറയുന്നത് 50% മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കണം. ഒടുവിൽ ആ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ MSPയെ മറന്നുപോയതെന്തേ? ഈ ചോദ്യത്തിനും ഇന്ന് സഭയിൽ പ്രധാനമന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഡിമോണിറ്റൈസേഷനിൽ മറുപടിയില്ല, അയോധ്യയിൽ മറുപടിയില്ല, നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ മറുപടിയില്ല, GST-യുടെ കാര്യത്തിൽ മറുപടിയില്ല, ഹിന്ദു മുസ്ലിം മൈത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന കാര്യത്തിൽ മറുപടിയില്ല, പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ അരാജകത്വം സൃഷ്ടിക്കുകയാണത്രേ. അതാണ് പ്രധാനമന്ത്രി പറയുന്ന മറ്റൊരു വാചകം. എന്താണ് ഈ രാജ്യം കണ്ടത്? പൗരത്വത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ മറുപടികളാണ് നമ്മൾ കേട്ടത്? അത് ഈ രാജ്യം ഒരുമിച്ച് നിന്ന് എതിർത്തതല്ലേ? പൗരത്വത്തിൽ ആദ്യമായി മതം കലർത്തിയതല്ലേ നിങ്ങൾ? ഈ ചോദ്യത്തിന് മറുപടി ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞോ? ഇല്ല. സംവരണത്തിന്റെ കാര്യത്തിൽ അവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സംവരണത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് കള്ളം പറഞ്ഞു എന്നാണ്. എന്താണ് അതിനെ കോട്ട് ചെയ്യുന്നത്? ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നു, അംബേദ്കർ രാജിവെച്ചതിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുന്നു. ശരിയാണ്, അംബേദ്കർ രാജിവെച്ചിരുന്നു 1981. ഏത് അംബേദ്കർ രാജിവെക്കുമ്പോ, നിയമമന്ത്രി എന്ന നിലയിൽ രാജിവെക്കുമ്പോ അംബേദ്കർ പ്രധാനമായും 4 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ട് നെഹ്റുവുമായിട്ട് വിയോജിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഹിന്ദു കോഡ് ബില്ല്. ആ ഹിന്ദു കോഡ് ബില്ല് നെഹ്റുവും അംബേദ്കറും ഒരുമിച്ചിരുന്ന് എഴുതിയ ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കാൻ കഴിയാതെ ദുഃഖിതനായ അംബേദ്കർ പടിയിറങ്ങുമ്പോ ആ ഹിന്ദു കോഡ് ബില്ല് നടപ്പാക്കരുതെന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് രാംലീല മൈതാനത്ത് തടിച്ചുകൂടിയ സംഘപരിവാറിന് നേതൃത്വം നൽകിയ കർപ്പാത്രി മഹാരാജ് എന്ന് പറയുന്ന അന്നത്തെ ഒരു RSS സൈദ്ധാന്തികനും പുരോഹിതനും ഈ അംബേദ്കറിനെ നോക്കി വിളിച്ച വാചകം, നിങ്ങളൊരു ദളിതനാണ്, ഒരു ദളിതനെ ബ്രാഹ്മണന്റെ നിയമ സംവിധാനത്തിൽ ഇടപെടാൻ ശേഷിയില്ല, കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അംബേദ്കറിനെ കുറിച്ച് നരേന്ദ്രമോദിക്ക് പറയാൻ എന്ത് അധികാരം എന്നതാണ് ഇന്ന് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. അപ്പോ അംബേദ്കറും നെഹ്റുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നില്ലത്. ശരിയാണ്. പിന്നീട് കോൺഗ്രസ് സീറ്റ് നിഷേധിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അംബേദ്കർ തിരിച്ചു ജയിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഈ റിസർവേഷനുമായി ബന്ധപ്പെട്ട് 2017 മോഹൻ വൈദ്യ അടക്കമുള്ള ആളുകൾ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നിലപാടുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും അടുത്താണല്ലോ മോഹൻ ഭഗവത് നിലപാട് മാറ്റിയത്. OBC-യുടെ കാര്യത്തിൽ വോട്ട് നഷ്ടപ്പെടുമെന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തതല്ലേ. സംവരണം കൊണ്ടുവരുന്ന സമയത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനോടുള്ള RSS-ന്റെ നിലപാടെന്തായിരുന്നു?
അവിടെയും കോൺഗ്രസിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് പ്രധാനമന്ത്രി സ്വീകരിച്ചത് ഒരുപക്ഷെ വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെ പോയ ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട